മടക്കയാത്രക്കായി ഒരുങ്ങുക എന്ന വിഷയത്തിൽ ആസ്പദിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഹാഫിസ് റഹ്മാൻ സാഹിബിനെ ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم واتقوا يوما ترجعون فيه إلى الله ബഹുമാന്യനായ കേരളമിൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി കുഞ്ഞിപ്പമാഷ് അടക്കമുള്ള KC അടക്കമുള്ള പണ്ഡിതന്മാരെ, എൻ്റെ മുമ്പിലിരിക്കുന്ന ISMൻ്റെ കർമ്മോത്സുകരായ പ്രവർത്തകന്മാരെ, ഇസ്ലാഹി നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കുട്ടികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വളരെ പ്രൗഢമായ മലപ്പുറം വെസ്റ്റ് ജില്ലാ സമിതി സംഘടിപ്പിച്ച റമളാൻ തർബിയത്ത് സംഗമത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ അതിൻ്റെ സമാപന സെഷനിലേക്ക് നീങ്ങുകയാണ്. ഈ സന്ദർഭത്തിൽ വിശദമായി കാര്യങ്ങൾ സൂചിപ്പിക്കണം എന്ന് തോന്നുന്നില്ല. രാവിലെ മുതൽ ഇതുവരെ നടന്ന സെഷനുകളിലൂടെ നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒട്ടുമിക്ക കാര്യങ്ങളും വളരെ കൃത്യമായി അറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞു. അവിടെയാണ് നമുക്കൊക്കെ അറിയുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണം എന്നാഗ്രഹിക്കുന്നത്. മടക്കയാത്രയ്ക്ക് ഒരുങ്ങുക എന്നതാണ് നമ്മൾ കൊടുത്ത ടൈറ്റിൽ. നമുക്കൊക്കെ അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മളൊക്കെ മടങ്ങിപ്പോകേണ്ടവരാണ് എന്ന്. ഏതൊരു യാത്രക്കും ഏത് യാത്രക്ക് ഒരുങ്ങുന്ന ആളുകൾക്കുമൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരു ഒരുക്കമുണ്ടാകൽ നമ്മളൊക്കെ അനുഭവിക്കുന്നതും കാണുന്നതുമാണ്. ഏതൊരു യാത്രക്കും ഉണ്ടാകും ഒരുക്കം. അതിലേറെ രസകരം എന്ന് പറയുന്നത് ടിക്കറ്റ് എടുത്ത യാത്രക്കും ടിക്കറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്ന നമ്മുടെ യാത്രക്കുമൊക്കെ ഒരുങ്ങുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു പ്രവാസിയായ സുഹൃത്ത്, ആ സുഹൃത്ത് തൻ്റെ ജോലിക്ക് വേണ്ടി വിസയും മറ്റു കാര്യങ്ങളൊക്കെ റെഡിയായി. പക്ഷെ ടിക്കറ്റ് വന്നിട്ടില്ല.
അയാളോടൊരു കാര്യം പറയുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്ന ഒരു മറുപടി, നിങ്ങൾ ഇന്നാലിൻ്റെ കാര്യത്തിന് വരണം എന്ന് പറയുമ്പോൾ അദ്ദേഹം ആദ്യം നോക്കുന്നത് തൻ്റെ യാത്രയ്ക്ക് വേണ്ടി തയ്യാറായിട്ടുള്ള ആ ഡേറ്റിനെ സംബന്ധിച്ചാണ്. പ്രവാസ ലോകത്തേക്ക് കടന്നു പോകുന്ന ഒരു സുഹൃത്ത് തനിക്ക് ടിക്കറ്റ് കിട്ടിയ ആ ഡേറ്റിനെ വെച്ചുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും പിന്നീട് സംസാരിക്കുന്നത്. ഒരു കല്യാണത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ അവൻ പറയും ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നോക്കും, ഈ ഡേറ്റിന് മുമ്പായതുകൊണ്ട് ഞാൻ വരാം, ഈ ഡേറ്റിന് മുമ്പായതുകൊണ്ട് ഞാൻ പങ്കെടുക്കാം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ടിക്കറ്റ് എടുക്കാത്ത ആളുകളും അതേപോലെ തന്നെയാണ്. ചിലപ്പോൾ ടിക്കറ്റ് നേരത്തെ വരും, നീ കാത്തു നിന്നോ എന്ന് പറയുന്ന സുഹൃത്തിനോടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അവൻ പറയും ഞാൻ പങ്കെടുക്കാം, പക്ഷെ ഒരു നിബന്ധനയുണ്ട്, എനിക്ക് ഒരു പക്ഷേ അതിന് മുമ്പ് എൻ്റെ യാത്രക്ക് തിരിച്ചു പോകേണ്ട ഡേറ്റ് വന്നാൽ ഞാൻ പങ്കെടുക്കാൻ എനിക്ക് കഴിയില്ല എന്ന് അദ്ദേഹം പറയും. ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് ഏതൊരു യാത്രക്കും ഡേറ്റ് കിട്ടിയതിനും കിട്ടാത്തതിനുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ഒരുക്കം കാണാൻ കഴിയും. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി നമ്മൾ പോകേണ്ട ഒരു യാത്രയുണ്ട്. നമ്മളെല്ലാവരും മടങ്ങിപ്പോകേണ്ട ഒരു യാത്രയുണ്ട്. ആ യാത്രയെ സംബന്ധിച്ച് നമ്മളെ സൃഷ്ടിക്കുന്ന ആ സന്ദർഭത്തിൽ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ്, നിങ്ങൾ തിരിച്ചു വരേണ്ടതാണ് എന്ന്. നോക്കൂ, സൃഷ്ടിപ്പിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ഓർമ്മപ്പെടുത്തുന്ന സ്ഥലത്ത് ഖുർആൻ പ്രയോഗിച്ചൊരു പ്രയോഗം 2 തൗക്കീദാണ്. ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞത് അഫഅസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഇതൊരു ചോദ്യരൂപത്തിൽ നമ്മളോട് ചോദിക്കുകയാണ്. നമ്മൾ നിരന്തരം കാണുന്നതാണ് മടങ്ങിപ്പോകുന്ന ആളുകളെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടവരും നമ്മൾ അത് ആ മടക്ക യാത്രക്ക് ഒരുക്കി പറഞ്ഞയച്ച ആളുകളുമാണ്. എന്നിട്ടും റബ്ബ് നമ്മളോട് ചോദിക്കാണ് ഈ ചോദ്യം, എന്തേ? അഫഅസിബ്തും അന്നമാ ഖലഖനാകും അബസ, നീ വിചാരിക്കുന്നുണ്ടോ നിന്നെ ഈ ജീവിതത്തിൽ വെറുതെ സൃഷ്ടിച്ചതാണെന്ന്? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നീ നമ്മളിലേക്ക് മടങ്ങി വരില്ല എന്നും നീ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഉറപ്പാണ്, മടങ്ങി വരും എന്ന് ഉറപ്പാ നമുക്ക്. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നമ്മോട് ചോദിക്കുകയാണ്. മാത്രമല്ല, ഈ ചോദ്യത്തിന്റെ ഒരു പ്രസക്തി വരുന്നത് സൂറത്ത് മുഅ്മിനൂനിൽ നമ്മുടെ സൃഷ്ടിപ്പിന്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്ന ഒരു രംഗത്താണ്. ശരിക്കും ഇങ്ങനെ അവിടെ വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാറിൻ മക്കീൻ സുമ്മ ഖലഖനൽ നുത്ഫത അലഖതൻ ഫഖലഖനൽ അലഖത മുദ്അതൻ ഫഖലഖനൽ മുദ്അത ഇളാമ ഫഖസൗനൽ ഇളാമ ലഹ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ. നോക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ നിങ്ങൾ ഇങ്ങനെ സൃഷ്ടിച്ച് ഒക്കെ ഉണ്ടാക്കിയ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം വീണ്ടും അല്ലാഹു തൗക്കീദിട്ട് പറയാ, സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ, പിന്നെ നീ മരിക്കുക തന്നെ ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ മടങ്ങിപ്പോക്ക് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. എന്നിട്ടും എന്തേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ തൗക്കീദിട്ട് പറയാൻ കാരണം എന്താ? നമ്മൾ ഇങ്ങനെ ഒരു യാത്രക്ക് പോകണമെന്ന് ഓർമ്മയുള്ള നമ്മൾ പോലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ കാര്യം മറന്നു പോകും എന്നതുകൊണ്ടാണ്. നമ്മൾ മറന്നു പോകുന്നത്. ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ദുനിയാവും പിശാചും നിങ്ങളെ പലതും മറപ്പിച്ച് കളയും, അതുകൊണ്ട് ആ രണ്ടിനെയും നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് മനുഷ്യരോട് മൊത്തം പറയുന്നുണ്ട്. കാരണം എന്താ? ഈ ഒരു യാത്ര പോലും നിങ്ങളുടെ ജീവിതത്തിന്റെ ആത്യന്തികമായി ഈ ജീവിതത്തിൽ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞ് തിരിച്ചു പടച്ച തമ്പുരാനിലേക്ക് മടങ്ങി വരേണ്ടവരാണ് എന്ന ബോധ്യമുള്ള മനുഷ്യൻ പോലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവന്റെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ ഒരു യാത്ര തിരിച്ചു പോക്കുണ്ടോ എന്നുപോലും ചിന്തിക്കാതെയാണ് അവൻ ജീവിക്കുന്നത് എന്ന് തോന്നിപ്പോകുമെന്നാണ്. നോക്കൂ, ആ ഒരു യാത്രയെ മറന്നു പോകുന്ന എത്ര ആളുകളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്നത്. പലപ്പോഴും നമ്മളൊക്കെ ആ യാത്രക്ക് വേണ്ടി ഒരുങ്ങിയവരും ആ ഒരുക്കം നടത്തിയ ആളുകളുമൊക്കെയാണ്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മളിൽ തന്നെ പലപ്പോഴും ആ യാത്രയുടെ മടക്കത്തെ സംബന്ധിച്ച് മറന്നു പോകുന്ന പല രംഗങ്ങളും ഉണ്ടാകുന്നില്ലേ എന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റപ്പോൾ
ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റപ്പോ നമ്മൾ ഇന്നലെ രാത്രി മരിച്ചു കിടക്കുകയായിരുന്നു. ഇന്നലെ രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആത്മാവിനെ എടുത്തു കൊണ്ടുപോയപ്പോ ചിലരെ അല്ലാഹു അവിടെ പിടിച്ചു വെച്ചു. മറ്റുള്ള ആളുകളെ ഇലാ അജലിം മുസമ്മ, ഒരു അവധി വരെ അല്ലാഹു വിട്ടേച്ചതാണ്. അപ്പൊ നമുക്ക് അല്ലാഹു തന്നതാണ്. ഇന്ന് രാവിലെ തന്നപ്പോ നമ്മള് മടക്ക യാത്ര ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ എഴുന്നേൽക്കുക? അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട്. എന്നാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ എത്ര ആളുകൾ ഇന്ന് നോമ്പ് നോൽക്കാൻ വേണ്ടി എഴുന്നേറ്റ സന്ദർഭത്തിൽ ആദ്യമായി കണ്ണു തുറന്നപ്പോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് പ്രാർത്ഥിച്ച എത്ര ആളുകളുണ്ട് എന്ന് നമ്മൾ നമ്മോടൊന്ന് ചോദിച്ചു നോക്കിയാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളിൽ പലർക്കും പറയാൻ കഴിയുക മറന്നുപോയി എന്നാണ്. മറന്നുപോയിണ്ടാവും. നോക്കൂ, ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പറയാ. ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് 2 തൗക്കീദിട്ട് ഈ തിരിച്ചുപോക്കിന് എന്തിനാണ് ഇത്ര തൗക്കീദിട്ട് പറയുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചെടുത്ത് പറയുന്നത്, മനുഷ്യൻ അത് മറന്നു പോകുമത്രേ. ഇത് ഒരു വീട്ടിൽ നിന്ന് ഒരാൾ മരിച്ചിട്ട് മയ്യത്ത് നമ്മൾ കൊണ്ടുപോയതാ. മരണസമയത്ത് വാപ്പാന്റെ മരണം നേരിട്ട് കണ്ട മകൻ, ആ വാപ്പാന്റെ മുമ്പിൽ വാപ്പ ശ്വാസമെടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസപ്പെടുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ട മകന് പോലും, പ്രിയപ്പെട്ടവരെ, 1 വർഷമോ 2 വർഷമോ കഴിയുമ്പോ പിന്നെ അവന്റെ ജീവിതം കാണുന്നത് ഇന്നൊന്നും മരിക്കും എന്ന കോലത്തിലല്ല. അവന് ജീവിക്കുന്നത് മരണം മറന്നുള്ള ജീവിതമാണ്. എത്രയെത്ര മയ്യത്തുകളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ തോളിലേറ്റി നമ്മൾ കൊണ്ടുപോയത്. എന്നിട്ടും ആ ഒരു യാത്ര വരാനുണ്ട് എന്ന ബോധ്യം പോലുമില്ലാതെ നമ്മളൊക്കെ ജീവിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പച്ചയായ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ആ യാത്രയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം, പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മൾ ഏറെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട. വത്തഖൂ യൗമൻ, ആ ദിവസത്തെ നീ സൂക്ഷിക്കണമെന്നാണ്. അപ്പോ ആ മടക്ക യാത്ര ചില്ലറ യാത്രയല്ലാന്ന്. ഇങ്ങനെ സൂക്ഷിക്കണമെങ്കിൽ ഒരു സംഗതി, ഒരു യാത്രക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സമയത്ത് വാപ്പയും ഉമ്മയൊക്കെ പറയും, ആ ടിക്കറ്റ് എടുത്തോ, ഇന്നതൊക്കെ എടുത്തോ എന്ന് ചോദിക്കൂലേ. ആ യാത്രന്റെ ഗൗരവം കൊണ്ടാ. തിരിച്ചു പോരേണ്ടി വന്നാൽ ജോലി നഷ്ടാവും. തിരിച്ചു പോരേണ്ടി വന്നാൽ പലതും നഷ്ടമാകും. അതുകൊണ്ട് ഒരു യാത്രക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എത്ര തവണയാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ നമ്മോട് ചോദിക്കുന്നത്, അതെടുത്തോ, ഇതെടുത്തോ, അത് ശരിയാക്കിയോ, അത് വെച്ചിട്ടുണ്ടോ, ഇന്നലെ ബാഗിൽ ഒരു സാധനം വെച്ചിരുന്നു, നീ അത് നോക്കിയിട്ടുണ്ടോ എന്നിങ്ങനെ നമ്മോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എത്രയാണ്. എന്നാൽ അതിനേക്കാൾ വലിയ ഉണർത്തലാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്, വത്തഖൂ യൗമൻ, ആ ദിവസത്തെ നിങ്ങൾ ഓർക്കണം, തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ്. നോക്കൂ, അതെങ്ങനെയാ നമുക്കറിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറിയാലോ. ഏത് ഭൂമിയിൽ വെച്ചാണ് അത് സംഭവിക്കുക എന്ന് പോലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ട് നമ്മൾ എങ്ങനെ അവിടെ നിൽക്കേണ്ടി, ഇവിടെ എങ്ങനെയാ നമ്മൾ ജീവിക്കേണ്ടത്? സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇവിടെ ജീവിക്കുമ്പോൾ നാം എങ്ങനെ ജീവിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഉണർത്തിയിട്ടുണ്ട്. അത് നമ്മളൊക്കെ ഈ തർബിയത്ത് സമ്മേളനത്തിൽ നിന്ന് നമ്മൾ പോകുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിൽ കൊത്തിവെക്കേണ്ട ഒരു വാചകമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച ആ വാക്കുണ്ടാകണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, എന്താ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബ്. നീ ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത് ഒരു വിദേശിയെ പോലെയാണ്, ഔ ഗാബിരി സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രികനെ പോലെയാണ്. അത് കൃത്യമായി ബോധ്യപ്പെട്ടത് ഒരു പ്രവാസ ജീവിതം അനുഭവിച്ച സന്ദർഭത്തിലാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് പ്രവാസികൾ യഥാർത്ഥത്തിൽ പഠിപ്പിച്ചു. ആ പ്രവാസ ലോകത്തേക്ക് പോയിട്ടുള്ള ഓരോരുത്തരും അവരുടെ റൂമും അവരുടെ ചുറ്റുപാടും കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നാട്ടിൽ വലിയ വീടുള്ള, വലിയ സമ്പാദ്യമുള്ള, എല്ലാ നിലക്കും കഴിവുള്ള ഒരു
മനുഷ്യൻ പോലും വിദേശത്ത് ജീവിക്കുന്നത് ഒരൊറ്റ മുറിയിലാണ്. ഒരൊറ്റ മുറിയിൽ, ആ മുറിയിൽ അദ്ദേഹത്തിന് കിടക്കാനുള്ള ഒരു ബെഡ് സ്പേസ് ഉണ്ട്, അദ്ദേഹത്തിന്റെ സാധനങ്ങൾ വെക്കാനുള്ള ചെറിയ ഒരു അലമാരയുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ. വലിയ പണക്കാർ വരെ ജീവിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രൂപത്തിലാണ്. എന്താ അങ്ങനെ ജീവിക്കാൻ കാരണം ചോദിച്ചാൽ അവൻ പറയും, ഒരു ദിവസം നാട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടത്. നാട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ട മുഴുവൻ പ്രവാസികളും ആ ഡേറ്റ് കുറിച്ചു വെച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ സമ്പാദിക്കുന്ന ഏതേത് സമ്പാദ്യങ്ങളും നാട്ടിലേക്കുള്ള തിരിച്ചുപോക്കിന്റെ സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടി നല്ലത് എടുത്തു വെച്ച് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ നമുക്ക് പ്രവാസ ലോകത്ത് അനുഭവിച്ചറിയാൻ കഴിയും. അത് ഒരു വേള കണ്ട ആളെന്ന നിലയ്ക്ക് അത് ആ ഒരു കാര്യം അവിടെയുള്ള എല്ലാ ആളുകളുടെയും ജീവിതത്തിൽ ഇങ്ങനെ കാണാം. അവർക്കൊക്കെ ഒരു ഡേറ്റ് ഉണ്ട്. എന്നാണോ അവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു പോകുന്ന ഒരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് ഇങ്ങനെ എഴുതി വെച്ച് അതിനു വേണ്ടി അതിലേക്ക് ഇങ്ങനെ കാര്യങ്ങൾ സ്വരുക്കൂട്ടി അങ്ങനെ കഴിഞ്ഞു പോകുന്ന ആളുകളെ നമ്മൾ കാണാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ എന്നിട്ട് പ്രവാചകൻ പറഞ്ഞെന്താ, നീ രാവിലെ പ്രതീക്ഷിക്കേണ്ട, വൈകുന്നേരമായാൽ രാവിലെ ആകുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ വൈകുന്നേരമായാൽ രാവിലെ ആയിക്കഴിഞ്ഞാൽ നീ വൈകുന്നേരമാകുമെന്നും നീ പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് നിന്റെ രോഗത്തിന് മുമ്പുള്ള ആരോഗ്യം കൊണ്ട് നീ ധന്യനാവുക, അതുപോലെ മരണത്തിന് മുമ്പുള്ള ജീവിതം കൊണ്ട് നീ ഐശ്വര്യവാനാകുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയതായി കാണാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു രൂപത്തിലാണോ എന്റെയും നിങ്ങളുടെയും ജീവിതം ഉള്ളത് എന്നതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് നമുക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ് എന്ന് പറഞ്ഞത് ഒരുപാട് തവണ നമ്മുടെ പള്ളികളിൽ നിന്ന് കേട്ടവരാ നമ്മൾ ആലോചിച്ച് നോക്കൂ. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കുന്നത് ആ ഒരു തരത്തിൽ പടച്ച തമ്പുരാനെ രാവിലെ തന്നെ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അൽഹംദുലില്ലാ. നേരത്തെ ജാസിർ പറഞ്ഞ പല സംഭവങ്ങളും അവന് പറയുമ്പോ അവന്റെ കൂടെ പല സന്ദർഭങ്ങളിലും അത്തരം ആളുകളെ കാണാൻ പോകുന്ന സന്ദർഭത്തിൽ ഞാനും പോകാറുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഇപ്പം മിംസ് ഹോസ്പിറ്റലിലാണ്. 2 കാലും മുറിച്ചു മാറ്റാൻ വേണ്ടി ഖുത്ബക്ക് പോകുന്നതിനിടയിൽ വലിയ ഒരു ലോറി വന്ന് ഇടിച്ച് മരിച്ചതാണ് സുഹൃത്ത്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് തിരിച്ചു വന്നു. പിന്നീട് ജോലി കിട്ടി, തിരുവനന്തപുരത്ത് ജോലി കിട്ടി, വയനാട്ടിലേക്ക് ട്രാൻസ്ഫർ ആയി വന്ന ആ സുഹൃത്ത് ആദ്യം ഒരു കല്യാണം കഴിച്ചു. ആ കല്യാണം ഡൈവോഴ്സായി. പിന്നീട് ഒരു കല്യാണം കഴിച്ചു. ആകെ ദുർബലനായ, കൈകാലുകൾ ദുർബലനായ, അന്ന് പരിക്ക് പറ്റിയ 6 മാസത്തോളം ഒരു വെള്ളം പോലും സ്വന്തം ചുണ്ടിലൂടെ കുടിക്കാൻ കഴിയാതെ പൈപ്പിട്ടുകൊണ്ട് കുടിച്ച ആ സുഹൃത്ത് പിന്നീട് റിക്കവർ ചെയ്ത് വന്ന് കല്യാണം കഴിച്ച് ജോലി കിട്ടി. അവസാനം വയനാട്ടിൽ ജോലി കിട്ടി. ആ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു പനി വന്നതാണ്. പനി വന്നപ്പോ ആകെ വറച്ചു. അങ്ങനെ മിംസിലേക്ക് കൊണ്ടുവന്നു. ബോധരഹിതനായി. ഇന്നും ബോധം കിട്ടിയിട്ടില്ല. അവസാനം ഡോക്ടർമാർ പറഞ്ഞു ഇൻഫെക്ഷൻ ഉള്ളിൽ വന്നിട്ടുണ്ട്, ഒരു രക്ഷയില്ല, 2 കാലും മുറിച്ച് മാറ്റണം എന്നാ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് ദിവസമാണ് ഞാനും നിങ്ങളും രാവിലെ എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുന്നേറ്റത്? എന്ന് എത്ര തവണയാണ് ഞാനും നിങ്ങളും കേട്ടത്? പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മറവി തിരിച്ചു പോകുന്ന ആ ദിവസത്തേക്ക് വേണ്ടി ഒരുങ്ങണ്ട പ്രഭാതത്തിൽ പോലും പടച്ച തമ്പുരാനെ മറന്ന് എഴുന്നേൽക്കുന്ന എത്ര ആളുകളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കൂട്ടത്തിലുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്താണ് ഒരുക്കിയത്? തിരിച്ചുപോക്കിന് വേണ്ടി എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ നമ്മൾ ഒരുക്കിയതെന്ന് വിശുദ്ധ ഖുർആന്റെ ആ ചോദ്യം ഉണ്ടല്ലോ, 2 തഖ്വ എന്ന പദങ്ങൾക്കുള്ളിൽ വെച്ചുകൊണ്ടാ അള്ളാഹു ചോദിച്ചത്. ഖുർആൻ ചോദിച്ചത് എങ്ങനെ? യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ്. നോക്കണേ, ആരെയാ വിളിച്ചത്? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ. മുഴുവൻ ആളുകളെയും അള്ളാഹു വിളിച്ചിട്ടില്ല.
മുഴുവൻ ആളുകളെയും പടച്ച തമ്പുരാൻ വിളിച്ചിട്ടില്ല, വിശ്വാസികളെ മാത്രം വിളിച്ചുകൊണ്ടാ അള്ളാഹുവിന്റെ അഭിസംബോധന. ആ അഭിസംബോധന ചെയ്യുന്ന വിശ്വാസികളെ മാത്രം വിളിച്ച് അഭിസംബോധന ചെയ്യുന്ന പടച്ച തമ്പുരാൻ അതിനുശേഷം കൊടുത്ത വാക്കെന്താ? ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. വിശ്വാസിയും പടച്ച തമ്പുരാനെ സൂക്ഷിക്കാതെ മറന്നു പോകും എന്നർത്ഥം. ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. എന്താ കാരണം? ഒരു വലിയ കാര്യം പറയാൻ പോവാ. പടച്ചോൻ വലിയൊരു കാര്യം പറയാൻ പോവാ. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ. ഒരു നിശ്ചിത ബൗണ്ടറിയിലുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് പടച്ച തമ്പുരാന്റെ അഭിസംബോധന. എന്നിട്ടോ ആ കാര്യം പറയുന്നതിന് മുമ്പ് അല്ലാഹു ഇത്തഖുല്ലാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, മറക്കാൻ പാടില്ല. പടച്ച തമ്പുരാനെ മറന്നുകൊണ്ടൊരു ജീവിതം പാടില്ല. എന്നാൽ നീ ഓർത്തോ, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാ. ഓക്കേ, രണ്ട് തഖ്വല്ലാഹ്. അള്ളാഹുവിന്റെ ചോദ്യം എന്താ? വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളേക്ക് വേണ്ടി ഒരടിമ എന്ത് സമ്പാദിച്ചുവെന്ന് അവൻ നോക്കിക്കൊള്ളട്ടെ. ഈ മടക്ക യാത്രയിൽ എന്ത് സമ്പാദിച്ചു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിങ്ങനെ നിന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് വൈകുന്നേരം നോമ്പ് തുറന്നിട്ടാണ് മലക്കുൽ മൗത്ത് ഇങ്ങനെ വരണമെങ്കിൽ നമ്മൾ റെഡിയാണോ? നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ റെഡിയാണ്. പടച്ചോനെ, ഇന്ന് മലക്കുൽ മൗത്ത് വന്നാൽ ഞാൻ റെഡിയാണ് റബ്ബേ, ഞാൻ റെഡി. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും റബ്ബേ നിന്നെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെ മാത്രമാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോയത്. രാവിലെ എഴുന്നേറ്റത് മുതൽ, ബാത്റൂമിൽ പോയത് മുതൽ, അവിടെ നിന്ന് അത്താഴത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ ബിസ്മി ചൊല്ലി, അൽഹംദു ചൊല്ലി, പിന്നീട് ഖുർആൻ എടുത്ത് ഓതി, പള്ളിയിലേക്ക് നടന്നുപോയി, അവിടെ നിന്ന് നമസ്കാരത്തിൽ പങ്കെടുത്ത് ഖുർആൻ പാരായണം ചെയ്ത് തിരിച്ചു വീട്ടിലേക്ക് നടക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയോടുകൂടി വീട്ടിലേക്ക് വന്ന് അവിടെ നിന്ന് വീണ്ടും എൻ്റെ ജീവിത വ്യവഹാരങ്ങൾക്ക് വേണ്ടി പുറത്തു പോകുമ്പോ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞ് പടച്ച തമ്പുരാൻ ഓർത്തോർത്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു ദിവസമാണ് എൻ്റെ ദിവസം എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? അങ്ങനെയുള്ള നമ്മൾ ഇന്ന് വൈകുന്നേരം മലക്കുൽ മൗത്ത് ഇങ്ങനെ വരികയാണെങ്കിൽ പോവല്ലേ എന്ന് ചോദിച്ചാൽ റെഡി എന്ന് പറയാൻ എത്ര ആൾക്ക് കഴിയും? പ്രിയപ്പെട്ടവരെ, എത്ര ആൾക്ക് കഴിയും? സഹോദരങ്ങളെ, അങ്ങനെ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തണം എന്നാണ് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ തഫ്സീറുകളിൽ കാണാം, ഹസിബു അൻഫുസകും ഖബല അൻ തുഹാസബു. നിങ്ങളെ ഒരു വലിയ വിചാരണ വരുന്നതിന് മുമ്പ് സ്വയം ഒരു വിചാരണയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാകുക. ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ പറയുന്നുണ്ട്, നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ, റബ്ബിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാനായി നിങ്ങൾ എന്ത് സൽക്കർമ്മങ്ങളാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ എന്ന് ഇബ്നുൽ ജൗസി രേഖപ്പെടുത്തുന്നുണ്ട്. മാദാ ഇദ്ദഖർതും ലിഅൻഫുസികും മിൻ അഅമാലി സ്വാലിഹ, സ്വാലിഹത്തായ പ്രവർത്തനങ്ങൾ എന്താണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ എന്ന് മഹാനായ ഇബ്നുൽ ജൗസി തൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട് എന്ന് നമുക്ക് നോക്കാൻ കഴിയും. അതിൽ ഈ ഒരു ദിവസം, ഇന്നത്തെ ഒരു ദിവസം നമുക്ക് പറയാം, പടച്ചോനെ, ഇന്ന് രാവിലെ ഞങ്ങൾ കുടുംബസമേതം ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാം ഒരുങ്ങി ഞങ്ങൾ ഇതിനു വേണ്ടി വന്നു ഇരിക്കുന്ന ആളുകളാണ് എന്ന് പറയാൻ നമുക്ക് ഇന്ന് കഴിയും. പ്രിയപ്പെട്ടവരെ, എന്നും ഇങ്ങനെ റബ്ബിനെ ഓർക്കുന്ന ദിനങ്ങളായി നമുക്ക് എന്നും ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത്തരം ഒരു ദിനങ്ങളെ സംബന്ധിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊരു രസമായിരിക്കും, എന്തുമാത്രം ഭംഗിയായിരിക്കും. അള്ളാഹുവിനെ ഓർക്കുന്ന ദിനങ്ങളായി എല്ലാ ദിനങ്ങളും മാറിക്കഴിയുന്നത്. അതിനേക്കാൾ ഭംഗിയുള്ള ഒന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാ പ്രവാചകന്മാരുടെയും പ്രവാചകന്മാരുടെ അനുയായികളായ സഹാബത്തും അതിനുവേണ്ടി ഒരുങ്ങിയതായി നമുക്ക് കാണാൻ കഴിയുക. മഹാനായ സൽമാനുൽ ഫാരിസി റഹ്മഹുല്ലാ അദ്ദേഹം മദായിൻ ദേശത്ത് വെച്ച് താമസിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ സമയത്ത് മദായിൻ സാഹിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ആ സന്ദർഭത്തിൽ അദ്ദേഹം രോഗാതുരനായി കിടക്കുന്ന സന്ദർഭത്തിലാണ് സഅദും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ ഇവർ രണ്ടുപേരും സൽമാനുൽ ഫാരിസിയെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുന്നത്.
ആ സന്ദർഭത്തിൽ വിജ്ഞാനം കൊണ്ടും വിശ്വാസ ദൃഢത കൊണ്ടും എല്ലാ നിലക്കും ഭക്തിയുള്ള സൽമാനുൽ ഫാരിസി റഹ്മഹുല്ലാ അദ്ദേഹം വല്ലാത്ത പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ. അദ്ദേഹത്തിന് രോഗം ബാധിച്ചിട്ടുണ്ട്. ആ രോഗം ബാധിച്ചതിന്റെ പേരിലുള്ള പ്രയാസമാണോ എന്നറിയില്ല. സഅദും മുആദും സൽമാനുൽ ഫാരിസിയോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഒരു വല്ലാത്തൊരു പ്രയാസം? നിങ്ങളുടെ മുഖത്ത് വല്ലാത്തൊരു പ്രയാസം അനുഭവിക്കുന്നതായി കാണുന്നുണ്ടല്ലോ, രോഗം കൊണ്ടാണോ? ഇനി അതല്ല, നിങ്ങൾ ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകുകയാണ് എന്നതിലുള്ള പേടിയാണോ? അതാണോ നിങ്ങളെ വിഷമിപ്പിക്കുന്നത് എന്ന് അവിടെ സന്ദർശിച്ച സഅദും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇവർ രണ്ടുപേരും ചോദിക്കാൻ. ആ സന്ദർഭത്തിൽ സൽമാനുൽ ഫാരിസി കൊടുത്തൊരു മറുപടി ഉണ്ട് പ്രിയപ്പെട്ടവരെ. അതാ പറഞ്ഞ്, അവർ ജീവിതത്തെ എത്രമേൽ കൃത്യമായിട്ടാണ് അവർ കണ്ടത്. കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ് എന്നത് അത് അക്ഷരാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാഠശാലയിൽ നിന്ന് പഠിച്ചിട്ടുള്ള ആ വിദ്യാർത്ഥികൾ അവരവരുടെ ജീവിതത്തിൽ കൃത്യമായി കൊണ്ടു നടന്നിരുന്നെന്ന്, ജീവിതത്തിന്റെ അവസാന ശ്വാസം വിടുന്ന സന്ദർഭത്തിലും തൻ്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സന്ദർഭത്തിലും അവർ പറയുന്നത് അതാണ്. അദ്ദേഹം പറയാണ്, ഭൗതിക ജീവിതത്തിൽ നിങ്ങളുടെ സമ്പാദ്യം ഒരു പതികന്റെ പാതയം കണക്കിന് മതിയെന്ന് തിരുനബി നമ്മോട് വസിയത്ത് പറഞ്ഞതാണല്ലോ, അത് പാലിച്ചിട്ടുണ്ടോ എന്നുള്ള പേടിയാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ സൽമാനുൽ ഫാരിസി റഹ്മഹുല്ലാ അവിടെ വെച്ച് കരയുകയാണ്. നോക്കൂ, അദ്ദേഹം പറയാണ്, ഞാൻ പടച്ചോന്റെ അടുത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ അതിനു വേണ്ടിയുള്ള പാതയം നോക്കുന്ന സന്ദർഭത്തിൽ അത് കുറവാണോ, അത് വളരെ കുറഞ്ഞു പോയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന്. ആരാത് പറഞ്ഞത്? സൽമാനുൽ ഫാരിസിയെ സംബന്ധിച്ച് നമ്മൾ കേട്ടല്ലോ, ഖന്തഖ് യുദ്ധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിഭയങ്കരമായ തന്ത്രം പറഞ്ഞു കൊടുത്ത, പ്രവാചകന്റെ കൂടെ ഒരു നിഴലായി നിന്ന, എല്ലാ സന്ദർഭത്തിലും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ച സൽമാനുൽ ഫാരിസി റഹ്മഹുല്ലാ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് തന്റെ ജീവിതം ഇസ്ലാമായതിനു ശേഷം, മുസ്ലിമായതിനു ശേഷം അദ്ദേഹത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിലാ. ആ സഹാബി വരെ അവസാന ഘട്ടത്തിൽ വിഷമിക്കുന്നത് എന്തിനാണെന്നറിയോ? തൻ്റെ ജീവിതത്തിൽ ആ മടക്ക യാത്രയിൽ, തൻ്റെ ഒറ്റക്കുള്ള യാത്രയിൽ തനിക്ക് വേണ്ട വിഭവങ്ങൾ എൻ്റെ കയ്യിലുണ്ടോ എന്നുള്ള പേടിയായിരുന്നു പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ അവർക്കുണ്ടായത്. നമുക്ക് എന്താ പേടിയുള്ളത്? നമ്മുടെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, യാസർ പറഞ്ഞപ്പം നമ്മൾ കൊടുത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതല്ലൂ. ഈ ആളുകൾ തങ്ങളുടെ നഫ്സും ശരീരവും സമ്പത്തും ആരുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ശരീരവും സമ്പത്തും സമർപ്പിക്കുവാൻ എന്ന് പറഞ്ഞപ്പോ നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങളുണ്ട് നബിയെ എന്ന് പറഞ്ഞ ആളുകൾ അവര് അവസാന ഘട്ടത്തിൽ വല്ലാത്ത ബേജാറായി. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് അൻ അബ്ദുൽ വഹാബ് ഇബ്നു വറദ് അൻ സലം ഇബ്നു ബിശ്ർ ഇബ്നു ജഅൽ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് നിന്നപ്പോൾ ബക അബൂ ഹുറൈറ ഫീ മർളിഹി, തന്റെ രോഗത്തിന്റെ ആ അവസ്ഥയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരയുകയാണ്. അദ്ദേഹം കരയാണ്. ഞങ്ങൾ ചോദിച്ചു, മാ യുബികീക യാ അബൂ ഹുറൈറ, എന്താ അബൂ ഹുറൈറ നിങ്ങളെ കരയിപ്പിക്കുന്നത്? എന്താ നിങ്ങൾക്ക് എന്താ പ്രയാസം? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താ പ്രയാസപ്പെടുന്നത്? ഈ സന്ദർഭത്തിൽ നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ വല്ലാതെ കരയുന്നുണ്ടല്ലോ, വല്ലാതെ വിഷമിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ ആ സന്ദർഭത്തിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, അമ്മാ ഇന്നി ലാ അബ്കി അലാ ദുനിയാകും ആദിഹി വലാകിന്നനി അബ്കി ലിബുഅദി സഫരി വഖില്ലതി സാദി. സുബ്ഹാനല്ലാഹ്. നോക്കൂ, മഹാനായ അബൂ ഹുറൈറ റഹ്മത്തുള്ളാഹി പറയാ, അബൂ ഹുറൈറ റഹ്മത്തുള്ളാഹി ആരാണ് പ്രിയപ്പെട്ടവരെ? പ്രവാചകന്റെ കൂടെ അസ്ഹാബ് സുഫയായി ആ മദീനത്തെ പള്ളിയിൽ പ്രവാചകൻ എന്തെങ്കിലും കിട്ടിയാൽ അതിൽ നിന്ന് തിന്നുന്ന, അങ്ങനെ പ്രവാചകന്റെ കൂടെ ജീവിച്ച, പ്രവാചകന്റെ നിഴലായി ജീവിച്ച ആ സഹാബി പോലും മരണാസന്നനായി കിടക്കുമ്പോ, രോഗിയായി കിടക്കുമ്പോ, തന്റെ അവസാനത്തെ സന്ദർഭമാണെന്ന് ഓർമ്മ വന്നപ്പോ അദ്ദേഹം കരയുന്നത് എന്തിനാ?
അമ്മാ ഇന്നി ലാ അബ്കി അലാ ദുനിയാകും ഹാദിഹി, ഈ ദുനിയാവ് വേർപെടുന്നതിനെ സംബന്ധിച്ചല്ല ഞാൻ കരയുന്നത്, എൻ്റെ മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടല്ല, ഈ ദുനിയാവിൽ നിന്ന് വേർപെട്ടു പോകുന്നതിനെ കുറിച്ചല്ല എനിക്കുള്ള പേടി. വലാകിന്നനി, പക്ഷേ എനിക്ക് അബ്കി, ഞാൻ കരയുന്നത് ലിബുഅദി സഫരി, എൻ്റെ യാത്രയുടെ ദൈർഘ്യം ഓർത്തുകൊണ്ടാണ്. വഖില്ലത്തി സാദി, എനിക്കുള്ള പാതയത്തിന്റെ ദൗർബല്യമായി ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത്. വേണ്ടത്ര വിഭവങ്ങൾ, എൻ്റെ ഒറ്റയ്ക്കുള്ള യാത്രയിൽ വേണ്ടത്ര വിഭവങ്ങൾ ഉണ്ടോ എന്നെനിക്ക് ഒരു സംശയം എന്നാലോചിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, മഹാനായ അബൂ ഹുറൈറ റഹ്മത്തുള്ളാ കരഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഞാനും നിങ്ങളും എത്ര തവണ കരയണം? നമുക്കറിയോ, അള്ളാന്റെ റസൂല് നമ്മളെല്ലാ സന്ദർഭത്തിലും എല്ലാ ഖുത്ബയിലും കേട്ടതാ. മഹദി ആയിഷ ഒന്ന് തട്ടിയതാ കാലിന്. ഭർത്താവിന്റെ കാല് തട്ടിയ ഭാര്യക്ക് അറിയും, ഭാര്യയുടെ കാല് തട്ടിയ ഭർത്താവിനെ അറിയും. അത്രമേൽ അവർ അടുപ്പമുള്ളവരാ, അവരുടെ ചൂരും എല്ലാവരും അറിയും. പക്ഷെ ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രവാചകന്റെ കാല് തട്ടിയപ്പോ പ്രവാചകനല്ലത് സംശയായി. എഴുന്നേറ്റ് നോക്കുമ്പോ അള്ളാന്റെ റസൂലിൽ നിന്ന് നമസ്കരിക്കുക. നമസ്കാരം കഴിഞ്ഞിട്ട് മഹദി ചോദിക്കുന്ന ചോദ്യം നമ്മൾ എത്ര തവണ കേട്ടതാണ് പ്രിയപ്പെട്ടവരെ. ആരായി നിൽക്കുന്നത്? തെറ്റ് ചെയ്യാത്ത, സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട അല്ലാഹുവിന്റെ റസൂൽ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്നത് ആ ഒറ്റക്കുള്ള യാത്രയിൽ അല്ലാഹുവിന്റെ റസൂലിന് കൂട്ടുണ്ടാകാനാണ് അത്രേ. അഫലാ അകൂന അബ്ദൻ ശകൂറാ, ആയിഷ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയായി തീരേണ്ടേ എന്ന് ചോദിക്കുന്നത് മഹാനായ റസൂലാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഞാനും നിങ്ങളും എത്ര ചെയ്യണം? അത് യഥാർത്ഥത്തിൽ ബുദ്ധിമാനാണ് അത്രേ അത്തരം ആളുകൾ. ബുദ്ധിയുള്ള ആളുകളാണ്, ഈ ലക്ഷണമുള്ള ആളുകളാണ് ബുദ്ധിമാന്മാർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുണ്ട്. ബുദ്ധിയുള്ള ആളുകൾ ആരാ? നമ്മൾ പലരെയും പറയും, ഓ ഭയങ്കര ബുദ്ധിയുള്ള ആളാണ്, ഇയാൾ ഭയങ്കര ബുദ്ധിയുള്ള ആളാട്ടോ എന്ന് പറയും. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുദ്ധിമാൻ എന്ന് പരിചയപ്പെടുത്തിയത് ആരെയാ? നമ്മളെക്കുറിച്ചാ. ഇങ്ങനെ ഒരു മടക്ക യാത്രക്ക് വേണ്ടി ഒരുങ്ങുന്ന ആളുകളെ കുറിച്ചാണ്. അൽ കയ്യിസ് മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗതി വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹു വതമന്ന അലല്ലാഹ്. നോക്കി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പറഞ്ഞു, അൽ കയ്യിസ് എന്ന് പറഞ്ഞാൽ, ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ അവന്റെ നഫ്സിനെ പിടിച്ചു നിർത്തുന്നവനാ. നോക്കി, ഈ പരിശുദ്ധ റമളാനിൽ നേരത്തെ യാത്ര സൂചിപ്പിച്ചതുപോലെ ഹലാലായത് പിടിച്ചു നിർത്തുകയാണ്. പിന്നുണ്ടോ ഇനി ഹറാമായത് നമുക്ക് പിടിച്ചു നിർത്താൻ പണി? ഹലാലായത്, ഞാൻ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ, അള്ളാഹു എനിക്ക് തന്ന ഫളല്, ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വാങ്ങിയ ഭക്ഷണം വീട്ടിലുണ്ട്, വേണ്ടെന്ന് വെക്കുക. മറല്ലാത്തില്ല, അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചു. എൻ്റെ ഇണ, എനിക്ക് അനുവദിക്കപ്പെട്ട, നിക്കാഹ് ചെയ്ത് എനിക്ക് അനുവദിക്കപ്പെട്ട എൻ്റെ ഇണ വീട്ടിലുണ്ട്, പകലിൽ ഞാൻ അവളുമായി വിട്ടു നിൽക്കുകയാണ്, അള്ളാഹുവിന്റെ തൃപ്തി മാത്രം. അങ്ങനെ പിടിച്ചു നിർത്താൻ കഴിയുന്നവനാണ് ബുദ്ധിമാൻ. മാത്രല്ല, വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ളതിന് വേണ്ടി ഒരുങ്ങുന്നവൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇവിടെയാ ഞാനും നിങ്ങളുമൊക്കെ വളരെ കൃത്യമായ ഒരു ബോധ്യം ഉണ്ടാകേണ്ടത്. എങ്ങനെ ഉണ്ട് എൻ്റെ ബുദ്ധി എത്രമാത്രം ആ വിഷയത്തിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എന്ന് യുവാക്കളായ ISMന്റെ പ്രവർത്തകന്മാരോട്, യുവതികളായ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളോടാ. പ്രായമുള്ള ആളുകൾ അതിനുവേണ്ടി ഒരുങ്ങുന്നുണ്ട്. പക്ഷേ ആ യൗവനത്തിന്റെ തീഷ്ണതയിൽ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നത് നമ്മുടെ മടക്കയാത്രക്ക് വേണ്ടിയുള്ള ഒരുങ്ങാതെ പലപ്പോഴും അശ്രദ്ധയിൽ കഴിയുന്ന ആളുകളായി നമ്മൾ മാറാറുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, പ്രവാചകനോട് ചോദിക്കാണ്, മുഅ്മിനീങ്ങളിൽ അഫ്ളലായ ആളുകൾ ആരാണ്? നമ്മുടെ കൂട്ടത്തിൽ അഫ്ളലായ ആളാരാ? പ്രവാചകനോട് ചോദിച്ചു. ആരും ഒരാൾ വന്ന്, അൻസാരികളിൽപ്പെട്ട ഒരാൾ വന്ന്, റജുലുൻ മിനൽ അൻസാരി, അൻസാരികളിൽപ്പെട്ട ഒരാൾ വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുക, യാ റസൂലല്ലാഹ് അയ്യുൽ മുഅ്മിനീന അഫ്ളലു, മുഅ്മിനീങ്ങളിൽ അഫ്ളലായ ആളാരാണ്? പ്രവാചകൻ പറഞ്ഞു, അഹ്സനുഹും ഖുൽഖാ,
അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആള്. ഖാല ഫഅയ്യിൽ മുഅ്മിനീന അഖിയസ്, എന്നാൽ മുഅ്മിനീങ്ങളിൽ ഏറ്റവും നല്ല ബുദ്ധിയുള്ള ആളാരാണ്? ഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അക്സറുഹും ലിമൗതി ദിക്റാ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദൻ ഉലൈകൽ അഖിയാസ്. എന്താ അല്ലാഹുവിന്റെ റസൂലിന്റെ ഡെഫിനിഷൻ നോക്കി. ആരാ മുഅ്മിനീങ്ങളിൽ ഏറ്റവും നല്ല ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ നിരന്തരമായി മരണത്തെക്കുറിച്ച് ഓർക്കുന്നവനാണ്. മാത്രമല്ല വഅഹ്സനുഹും, എന്നിട്ട് നന്നാക്കുക. നേരത്തെ സഅദ് പറഞ്ഞു പ്രവർത്തനങ്ങൾ നന്നാക്കേണ്ടത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനം, അതാ റബ്ബ് നോക്കുന്നത്. അഹ്സനുഹും, നിങ്ങളിൽ കൂട്ടത്തിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ, ബുദ്ധിമാനായ ഏറ്റവും നല്ല മുഅ്മിനിനെ പരിചയപ്പെടുത്തുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവന്റെ മരണശേഷമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളെ ഏറ്റവും നന്നാക്കി ചെയ്യും. ഇസ്തിഅദാദൻ, അതിനു വേണ്ടി ഒരുങ്ങും. ഉലൈകൽ അഖിയാസ്, അങ്ങനെയുള്ള ആളുകളാണ് ബുദ്ധിമാന്മാർ എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുവേണ്ടി നമ്മൾ റെഡിയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, എൻ്റെ സമയം 5 മണി വരെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബി റെഡി, നമ്മൾ റെഡിയാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഉണർത്തി, നിങ്ങൾ റെഡി ആയിക്കോളി. എങ്ങനെ? എപ്പോഴ് ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുവന്നാണ്. അള്ളാന്റെ റസൂല് സഹാബത്തിന്റെ കൂടെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുവന്നു, ജനാസ കൊണ്ടുവന്നു. അനിൽ ബർറാ ഖാല കുന്നാ മഅൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ജനാസ ഫജലസ അലാ സഫീരിൽ ഖബരി ഫബഖാ ഹത്താ ബല്ല ഥറ ثم قال يا ഇഖ്വാനി ലിമിസ്ലി ഹാദാ ഫഅഇദ്ദു. റെഡി ആയിക്കോളി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്ത് കൊണ്ടുവന്നു. ആ മയ്യത്ത് ജനാസ അവിടെ വെച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖബറിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പ്രവാചകൻ ഖബറിലേക്ക് നോക്കിയിട്ട് വല്ലാതെ കരയാണ്. വല്ലാത്തൊരു രംഗാണ്. ഞാൻ എൻ്റെ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് എൻ്റെ ഭാര്യയുടെ ഉമ്മയുടെ അനിയത്തി മരണപ്പെട്ടു. ഞാൻ ആ ഖബറിലേക്ക് ഇങ്ങനെ ആ മയ്യത്ത് ഇങ്ങനെ വെക്കുമ്പോൾ വല്ലാത്തൊരു പ്രയാസമുണ്ട്. കാരണം അടുത്ത ബന്ധുക്കൾ അങ്ങ് പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവർ ഒറ്റയ്ക്ക് അങ്ങ് പോവുകയാണ്. ആ കല്ല് മൂടിക്കഴിഞ്ഞാൽ ഒറ്റയാണ്. ആ രംഗം ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു പ്രയാസമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിലേക്ക് നോക്കിയിട്ട് തന്റെ സഹാബത്തിന് പ്രവാചകൻ കരയുന്നത് തന്റെ താടിയിലൂടെ ആ വെള്ളം ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെന്താ? യാ ഇഖ്വാനി ലിമിസ്ലി ഹാദാ ഫഅഇദ്ദു, ഇതുപോലുള്ളതിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളിന. ഉറപ്പല്ലേ? നമ്മളെല്ലാവരും പോകേണ്ട ഒന്നാ, നാം ഒറ്റക്ക് പോകേണ്ടത്. നമ്മൾ ഒറ്റക്ക് പോകേണ്ട ഒരു യാത്രയുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആ ഒറ്റക്ക് പോകേണ്ട യാത്രയിൽ നമ്മൾ മാത്രമാണ്. വിശുദ്ധ ഖുർആൻ ആ കാര്യം നമ്മളെ ഉണർത്തുന്നുണ്ട്. വലഖദ് ജിഅ്തുമൂനാ ഫുറാദൻ കമാ ഖലഖനാകും അവ്വല മറ തറക്തുകും മാ ഹവൽനാകും വറാഅ ദുഹൂരികും. നിങ്ങൾ സമ്പാദിച്ച മുഴുവനും പിന്നിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ മടങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്. ഫുറാദ എങ്ങനെ വരിക? മലപ്പുറം ജില്ലയിലെ വെസ്റ്റ് ജില്ലയിലെ പ്രസിഡന്റ്, ISMന്റെ പ്രസിഡന്റിനെയും സെക്രട്ടറിയുടെയും ബാബുവിനെ വിളിച്ചിട്ട് മലപ്പുറം ISMന്റെ എല്ലാവരും റെഡിയല്ലേ? അള്ളാന്റെ ചോദ്യം. അപ്പോൾ ബാബു ഇങ്ങനെ ഞങ്ങൾ റമദാനിൽ നല്ല പരിപാടിയൊക്കെ സംഘടിപ്പിച്ചിരുന്നു. ആയിക്കോട്ടെ, മലപ്പുറം വെസ്റ്റ് ജില്ലയിലുള്ള എല്ലാ ISMകാരും സ്വർഗത്ത് കിടക്കി. അങ്ങനെയാണോ? അല്ലല്ലോ, കൂട്ടായിട്ടല്ല. മരണസമയം തൊട്ട് അങ്ങോട്ട് ഒറ്റക്കാണ്. വകുല്ലുഹും ആതീഹിം യൗമൽ ഖിയാമത്തി ഫർദാ. അവിടെ കൊണ്ടുവരുന്നത് വരെ ഒറ്റക്കാണ്. നമ്മൾ ഒറ്റക്കാണ് യാത്ര. ഖബറിലേക്ക് നമ്മൾ പോകുന്നത് ഒറ്റക്കാണ്. എല്ലാം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം ബാക്കിയാക്കി, നമ്മൾ സമ്പാദിച്ചത് മുഴുവനും ബാക്കിയാക്കി, നമ്മൾ ഉണ്ടാക്കിയ വലിയ നമ്മുടെ വീടിനെ ബാക്കിയാക്കി, നമ്മുടെ കുടുംബത്തെ ബാക്കിയാക്കി, നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരെയും ബാക്കിയാക്കി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒറ്റക്കങ്ങ് യാത്രയാവുകയാ. ഒറ്റക്കുള്ള യാത്ര. ആ യാത്രക്ക് വേണ്ടി എന്തു സമ്പാദിച്ചു എന്നതാണ് ISM ഈ ഒരു സംഗമത്തിലൂടെ നമ്മോട് ചോദിക്കുന്നത്. ആ യാത്രയിൽ നമ്മൾക്ക് പറയാൻ, ചോദ്യം ചോദിക്കുമ്പം ഒരുപാട് ഉത്തരങ്ങൾ പറയേണ്ടതുണ്ട്. ആ ഉത്തരം പറയാൻ സന്നദ്ധമായി തൻ്റെ കയ്യിലുണ്ട് നാഥാ
എന്ന് പറയാൻ ഓരോ ISMന്റെ പ്രവർത്തകന്മാർക്കും കഴിയണം. ISMന്റെ കാലഘട്ടത്തിൽ ഈ ലോകത്തോട് വിട പറയുന്ന ഒരു ISMകാരന് അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പടച്ച തമ്പുരാന് മലക്കുകൾ ഖബറിലേക്ക് വരുമ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യം മുതൽ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റണം, അള്ളാഹുവേ നിന്റെ മാർഗത്തിൽ ഉണ്ടായിരുന്നു ഞാൻ എന്ന്. റസൂലിനെ കുറിച്ച് ചോദിക്കുമ്പോ, അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കുമ്പോ, റസൂലിനെ കുറിച്ച് ചോദിക്കുമ്പോ, ഖുർആനെ കുറിച്ച് ചോദിക്കുമ്പോ അഭിമാനത്തോടു കൂടി ഉത്തരം പറയുന്ന ആൾ ISMകാരൻ ആയിത്തീരണം. അതിനുവേണ്ടിയാ ഈ പണിയെടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി നാം ശ്രമിക്കുക. ഇനി ഇത് അവസാനം ചില ആൾക്കാരുണ്ട്, ISMന്റെ ഒക്കെ കാര്യങ്ങൾക്കൊക്കെ വിളിച്ചാൽ ഒഴിഞ്ഞൊഴിഞ്ഞ് കളിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ അവസാനം വിലപിക്കുന്ന ഒരു വിലാപുണ്ട്. ഈ മടക്കയാത്രക്കൊരുങ്ങാതെ അവസാനം ഒരു ഫോൺ കോൾ ചെയ്യുമ്പോൾ 100 കൂട്ടം ഭൗതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിവാകുന്ന ആളുകളൊക്കെ വിലപിക്കുന്ന ഒരു വിലാപമുണ്ട്. എപ്പോഴാ അവർ വിലപിക്കുന്ന വിലാപം? അവരിങ്ങനെ പറയുമെന്ത്? ഹത്താ ഇദാ ജാഅ അഹദുകുമുൽ മൗത്ത്. മരണത്തിന്റെ മാലാഖ ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അവൻ പറയും, ഖാല റബ്ബിർജൂൻ, റബ്ബേ ഒന്ന് മടക്കിത്താ. എന്തിനാ? ISMന്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ സജീവമായിക്കൊള്ളാം. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു. എത്ര ഫോൺ കോളിനാണോ ഞാൻ ഉത്തരം നൽകാത്തത്, അതിനൊക്കെ ഉത്തരം നൽകി ഏതൊക്കെ പ്രോഗ്രാമുകളിലാണോ ഞാൻ പങ്കെടുക്കേണ്ടത് അവിടെ പങ്കെടുത്ത്, ഏതൊക്കെ ഇബാദത്തുകളാണോ എൻ്റെ തിരക്ക് കൊണ്ട് ഒഴിവാക്കിയത് അതൊക്കെ ചെയ്ത് ഞാൻ തിരിച്ചു വരാം എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു അതിന് കൊടുക്കുന്ന ഉത്തരം എന്താ? വേണ്ട, നീ അതൊന്നും പറയണ്ട. യാസർ പറഞ്ഞ പോലെ പല നിലക്കും പ്രളയവും നിപ്പയും കൊറോണയും ഒക്കെ വന്ന് നമ്മളെ പരീക്ഷിച്ചപ്പോ നമ്മൾ പറഞ്ഞതാ, തന്റെ വീടിന്റെ അയൽപക്കത്തുള്ള സഹോദരൻ മരിച്ചു വീഴുന്ന വാർത്ത കേട്ടു. തന്റെ വാട്സാപ്പിൽ തന്റെ കൂടെ പഠിച്ച പലരും ഈ കൊറോണ ബാധിച്ച് മരണത്തോട് മല്ലിടുന്ന വാർത്തകൾ വായിച്ചു. പ്രാർത്ഥിക്കണമെന്നുള്ള വാർത്തകൾ വന്നു. ആ സന്ദർഭത്തിലൊക്കെയും നമ്മൾ പ്രാർത്ഥിച്ചതെന്താ? പടച്ച തമ്പുരാനെ എന്നെ ഒന്ന് ബാക്കിയാക്കി തരണേ, പള്ളിയിലേക്ക് പോകാൻ പള്ളി ഒന്ന് തുറന്നു കിട്ടിയാൽ പള്ളിയിൽ ഞാൻ ഉണ്ടാകും, പള്ളിയുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകും, ഇസ്ലാഹിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകും, ISMന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. കൊറോണ മാറി, വീണ്ടും ബാബു വിളിച്ചു, എന്ത് പരിപാടി ഉണ്ടെന്ന്. എടാ ഈ ചൂടത്ത് എങ്ങനെ വരിക എന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ ഒഴിഞ്ഞ് മാറി. പ്രിയപ്പെട്ടവരെ, ഇനി ഒന്ന് പറയും, ഇനി എന്തെങ്കിലും ഒരു രോഗം വരുമ്പോ നമ്മൾ പറയും, ഖാല റബ്ബിർജൂൻ, ഒന്ന് മടക്കിത്താ റബ്ബേ, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഒഴിവാക്കിയതെല്ലാം ചെയ്തു തീർക്കാൻ വേണ്ടി എന്ന് റബ്ബ് പറയും. കല്ല ഇന്നഹാ കലിമ, അത് അന്റെ കേവലം വർത്തമാനം മാത്ര, നീ അത് ചെയ്യുമെന്നതിന് ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു നമ്മോട് പറയുന്ന ഒരു രംഗമുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ ഒരു സംസാരത്തിന് മുമ്പ് നാം റെഡിയാവുക. അതുപോലെ അവസാനം നമ്മുടെ പരലോകത്തെത്തിയിട്ട് അള്ള പറയും, ഈ കിതാബ് മതി, ഇത് നോക്ക് എന്ന് പറഞ്ഞ് കിതാബ് നമ്മുടെ മുമ്പിലേക്ക് വലിച്ചിട്ട് തരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസിബ. നീ വേറെ ഒന്നും നോക്കണ്ട, ആ കിതാബ് നോക്കിക്കോ, എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയെന്ന് അതിലുണ്ട് അല്ലേ. ആഹു മുഖറവു കിതാബിയ ഒരു ടീം, മറ്റൊരു ടീം പടച്ചോനെ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്ന ഒരു ടീം. ഇത് മതി, അല്ലാഹു പറയാ, ഈ കിതാബ് മാത്രം മതി, നിന്നെ വിചാരണ ചെയ്യാൻ ഇത് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അല്ലാഹു കിതാബ് നൽകുന്ന സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ വിലപിച്ചിട്ട് കാര്യമല്ല. അവിടെയാണെങ്കിലോ മറകളില്ലാത്ത സറായിറുകൾ വെളിവാകുന്ന ദിവസമാണ്. അതുപോലെ ഒന്നും മറച്ചു വെക്കാൻ കഴിയാത്ത ദിവസമാണ്. അതാണെങ്കിലോ വിചാരണ കഴിഞ്ഞ് നരകത്തീയിലേക്ക് എന്ന് പറഞ്ഞ ആ തീക്കുണ്ടാരത്തിലേക്ക്, വലിയ തീക്കുണ്ടാരത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തിയതിനു ശേഷം പോരായ്മകൾ കാണുമ്പോ അവസാനം വലിച്ചെറിയ ഒരു സ്ഥലമുണ്ട്. അവിടേക്ക് എത്തിയിട്ടും വിലപിച്ചിട്ട് കാര്യമല്ല. അതിനു മുമ്പ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളോട് തയ്യാറാവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഞാൻ അവസാനമായി നിങ്ങളോട് ഓതി വെക്കുകയാണ്, വബ്തഗി ഫീമാ ആതാഖല്ലാഹു അദ്ദാറൽ ആഖിറ.
സഹോദരിമാരെ, സഹോദരങ്ങളെ, വബ്തഗി, പടച്ചോന്റെ നോക്കി, വബ്തഗി, നീ ആഗ്രഹിച്ചോ എന്ത്? ഫീമാ ആതാകല്ലാഹു അദ്ദാറൽ ആഖിറ, നിനക്കല്ലാഹു നൽകിയ ഒന്നുകൊണ്ട് പരലോകത്തെ നീ ആഗ്രഹിച്ചോ. വബ്തഗി ഫീമാ ആതാകല്ലാഹ്, എന്താ കിട്ടിയേ? ആരോഗ്യമുണ്ടോ? ആണ്ട്. എങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ. സമ്പത്തുണ്ടോ? അള്ളാഹുവിന്റെ മാർഗത്തിൽ. കുട്ടികളുണ്ടോ? അള്ളാഹുവിന്റെ മാർഗത്തിൽ. വീടുണ്ടോ? അള്ളാഹുവിന്റെ മാർഗത്തിൽ. വാഹനമുണ്ടോ? അള്ളാഹുവിന്റെ മാർഗത്തിൽ. വബ്തഗി, ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, നൽകിയത് മുഴുവനും പടച്ച തമ്പുരാന്റെ തൃപ്തിക്ക് വേണ്ടി പ്രയോഗിക്കാൻ ഞാനും നിങ്ങളും മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സാർത്ഥകമായി. നമുക്ക് കിട്ടിയത് മുഴുവനും പടച്ച തമ്പുരാന്റെ തൃപ്തിക്ക് വേണ്ടി. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാഹനം, അവൻ പറയാണ്, ഞാൻ ഈ ബൈക്ക് വാങ്ങിയ അന്ന് മുതൽ സംഘടനയുടെ ഭാരവാഹിത്താണ്. ഈ ബൈക്ക് ഏറ്റവും കൂടുതൽ ഓടിയത് മീറ്റിങ്ങിന് വേണ്ടിയും ആളെ ക്ഷണിക്കാൻ വേണ്ടിയാണ്. അവൻ പറയാണ്, അള്ളാഹു എനിക്ക് തന്ന ഈ നിഅമത്ത് അൽഹംദുലില്ലാ, എനിക്ക് പറയാൻ പറ്റും അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. ഇതിന്റെ ടയറ് തേഞ്ഞ് തീർന്നിട്ടുണ്ടെങ്കിൽ അത് പടച്ച തമ്പുരാന്റെ മാർഗത്തിലാണ് എന്ന് പറയാൻ ആ സുഹൃത്തിന് കഴിഞ്ഞു. പ്രിയപ്പെട്ട യസ്മുകാരെ, വബ്തഗി ഫീമാ ആതാകല്ലാഹു അദ്ദാറൽ ആഖിറ. ജോലിയുള്ള യസ്മുകാരൻ, സാമ്പത്തികമായി അഭിവൃദ്ധിയുള്ള ഐഎസ്എമ്മുകാർ ശ്രദ്ധിച്ചോളി, അതൊരു പരീക്ഷണമാണ്. നിങ്ങൾക്ക് മക്കളുണ്ട്, നിങ്ങൾക്ക് വീടുണ്ട്. നിങ്ങളുടെ ഇതേ പ്രായത്തിൽ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ജോലിയില്ല, അവർക്ക് വീടില്ല, അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് അവർ ഈ ഇസ്ലാഹിന്റെ മാർഗത്തിലുണ്ട്. പക്ഷെ ഇന്ന് ചില ഐഎസ്എമ്മുകാരുണ്ട്, ജോലിയും സമ്പത്തും ഒക്കെ റെഡിയായി ഇങ്ങനെ കഴിയുമ്പോൾ ഓൽക്കൊരു തോന്നല, അത് കുറച്ച് കഴിഞ്ഞിട്ട് മതി. പ്രിയപ്പെട്ടവരെ, വബ്തഗി ഫീമാ ആതാകല്ലാഹു അദ്ദാറൽ ആഖിറ. എപ്പോഴാണ് നമ്മുടെ മരണം നമ്മുടേക്ക് വന്നെത്തുക എന്ന് നമുക്കറിയില്ല. അതിനു മുമ്പ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് പ്രവർത്തിക്കണം, ഒരുങ്ങണം. ആ ഒരുക്കത്തിന് വേണ്ടി നമ്മൾ റെഡിയാവുക. അങ്ങനെ ഒരുങ്ങിയ മനുഷ്യനെ അവസാനം മലക്കുൽ മൗത്ത് വിളിക്കുന്നുണ്ട്, യാ അയ്യത്തുവൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ. വാ പോര്, ഈ വിളി കേൾക്കണം. ആ സമാധാനമടഞ്ഞ ആത്മാവേ എന്ന് നമ്മളെ നോക്കി മലക്കുൽ മൗത്ത് അഭിസംബോധന ചെയ്ത് സലാമുൻ അലൈക്, ബേജാറാണ്ട, നിനക്കൊരുക്കി വെച്ച സ്വർഗത്തിലേക്ക് കടന്നു വന്നോളൂ. വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം, ആ ദാറുസ്സലാമിലേക്ക് കടന്നു വന്നോളൂ എന്ന് നമ്മളെ നോക്കി വിളിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ മാറ്റാൻ നാം പരിശ്രമിക്കുക. അവസാനമായി ഒന്ന് സൂചിപ്പിക്കുന്നു, ഫലസ്തീനികൾ AC-യിലല്ല ഇരിക്കുന്നത്. ഫലസ്തീനികൾ രാവിലെ ഭക്ഷണം കഴിക്കുന്നത് നമ്മളെപ്പോലെ വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചല്ല നോമ്പ് നോക്കുന്നത്. ഫലസ്തീനികൾ AC റൂമിൽ ഇരുന്നു കൊണ്ടല്ല തറാബിഹ് നമസ്കാരം നിർവഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതൊരു പരീക്ഷണമാണ്. ഐഎസ്എമ്മുകാരെ, അതൊരു പരീക്ഷണമാണ്. നിങ്ങൾക്ക് ഈ സൗകര്യം നൽകിയത് റബ്ബ് പരീക്ഷിക്കുകയാണ്. ഇത് വെറുതെ പരീക്ഷിക്കുകയാണെന്ന് വിചാരിക്കേണ്ടതില്ല. ഒരു ഭാഗത്ത് ഇത്രമേൽ കഷ്ടപ്പാട് കൊടുത്തിട്ട് ഒരു ഭാഗത്ത് ഇത്രമേൽ സുഖം നൽകണമെങ്കിൽ റബ്ബ് എന്തോ ഒന്ന് പരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഐഎസ്എമ്മുകാരെ, ആ പാവപ്പെട്ട ഫലസ്തീനികളെങ്കിലും ഓർത്തുകൊണ്ട് ജീവിതം അത്രേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി നമ്മുടെ നാടും മാറാൻ നിമിഷ നേരം മതി. അത്തരം ഒരു ഭരണ സംവിധാനത്തിലേക്ക് നാട് പോകുന്നത്. നിമിഷ നേരം കൊണ്ട് മാറാൻ സാധ്യതയുള്ള ഒരു നാടാ. അന്ന് വിലപിച്ചിട്ട് കാര്യമില്ല. ഇന്നിതാ അവസരം ISM ഒരുക്കാണ്. വന്നോളൂ ഈ മാർഗത്തിലേക്ക് എന്ന് ISM വിളിക്കുകയാണ്. അവിടെ പഠിച്ചു നിൽക്കുന്ന, അവിടെ വരാൻ താല്പര്യം കാണിക്കാതിരിക്കുന്ന ആളുകളോട് പ്രിയപ്പെട്ടവരെ ചെന്ന് പറയുക, അത്തരം ഒരു അവസ്ഥ എത്തിയിട്ട് വിലപിച്ചിട്ട് കാര്യമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് പടച്ച തമ്പുരാന് ശുക്ർ രേഖപ്പെടുത്തിക്കൊണ്ട് നാളത്തെ യാത്രക്ക് വേണ്ടി ഒരുങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഞങ്ങളിൽ നിന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിലൂടെ, ഞങ്ങളുടെ ഭാര്യമാരിലൂടെ, ഭർത്താക്കന്മാരിലൂടെ, കൂട്ടുകുടുംബാംഗങ്ങളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിമ വർഷിപ്പിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ്,
ഞങ്ങളുടെ മാതാപിതാക്കൾ ISMന്റെ പ്രവർത്തകന്മാർ ഇവിടെ ഇരിക്കുമ്പോൾ അവർക്ക് ഏറ്റവും അഭിമാനം അവരുടെ മാതാപിതാക്കളാണ്. ഞങ്ങളെ ഈ മാർഗത്തിലേക്ക് നയിച്ച ഞങ്ങളുടെ മാതാപിതാക്കളാണ്. അവർ പ്രായം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. പള്ളിയിലേക്ക് പോകാൻ കഴിയാത്ത മാതാപിതാക്കളുണ്ട്. പല ആളുകളും എന്നെ വിളിച്ചു പറഞ്ഞു, പ്രാർത്ഥിക്കണം, ഈ വർഷത്തെ റമദാനാണ് പള്ളിയിൽ പോകാത്ത റമദാനെന്ന്. അവർ പറയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ മാതാപിതാക്കൾ പ്രായം കൊണ്ട് പ്രയാസപ്പെടുന്നവരാ, അവരുടെ രോഗങ്ങളെല്ലാം ശിഫയാക്കി ആരോഗ്യം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, അവരുടെ കാലത്തെ റമദാൻ, അവരുടെ കാലത്തെ പെരുന്നാൾ ഞങ്ങൾക്ക് ഏറെ അഭിമാനമുള്ള പെരുന്നാളാണ്. പക്ഷെ അവർ ഞങ്ങൾ ഇവിടെ പറഞ്ഞു പോയി. അള്ളാഹുവേ, അവർക്ക് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് പ്രാർത്ഥന ഒന്ന് മാത്രമാണ്. പടച്ച തമ്പുരാനെ, മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഇങ്ങനെ ഒരുപാട് നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഈ കർമ്മങ്ങളൊക്കെ സ്വീകരിച്ചാൽ മാത്രമേ അതുകൊണ്ട് ഫലമുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പടച്ച തമ്പുരാനെ, ഞങ്ങൾ നോൽക്കുന്ന നോമ്പ്, ഞങ്ങൾ കൊടുക്കുന്ന സ്വതക്കകൾ, ഞങ്ങൾ ചെയ്യുന്ന ഇത്തരം ദഅവാ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാലിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.